പതിവ് പോലെ ഇന്നും ചൂരൽമലയിലേക്ക് KSRTC ബസ് പുറപ്പെട്ടു. ഒരു വർഷം മുമ്പ് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ദൃക്സാക്ഷിയായ അതേ KSRTC തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ പുത്തുമലയും കടന്ന് നീലി ഗ്യാപ്പിലെത്തുമ്പോഴേക്കും ബസ് മുഴുവൻ കാലിയായി. കാരണം ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും പോകാൻ ആരുമില്ല. കണ്ടക്ടർ റിയാസും ഡ്രൈവർ സെബാസ്റ്റ്യനും മാത്രം. ചൂരൽമലയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് വെച്ച് ഇപ്പോഴും പോലീസ് കാവലുണ്ട്. ബസ് ചൂരൽമല കവലയ്ക്ക് തൊട്ടു മുന്നിൽ നിർത്തി തിരിച്ചുപോയി. അധികൃതരുടെ പാസ് ഉണ്ടെങ്കിൽ മാത്രം ചൂരൽമലയിലേക്ക് പ്രവേശിക്കാം. സ്വന്തം നാട്ടുകാർക്കും പാസ് നിർബന്ധം. ദുരന്തം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും മരണത്തിന്റെ മണമാണ്. തകർന്ന കെട്ടിടങ്ങളും വലിയൊരു മൂകതയും ചൂരൽമലയിലെ കവലയിൽ തളം കെട്ടി നിൽപ്പുണ്ട്. ദുരന്തത്തിന് മുന്നേ വിനോദസഞ്ചാരികളും നാട്ടുകാരും കച്ചവടക്കാരും ഒക്കെയായി തിങ്ങി നിറഞ്ഞ സ്ഥലം വിജനമായിരിക്കുന്ന കാഴ്ച ആരെയും വേദനിപ്പിക്കും.